ബിജെപിക്ക് സ്വാധീനിക്കാൻ കഴിയുന്നത് ഞങ്ങളുടെ കൂടെയുള്ളവരെ മാത്രമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര അപകടകരമായ പ്രസ്താവനയാണ്. ന്യൂനപക്ഷ വർഗീയത തിമിർത്താടിയതാണ് പരാജയ കാരണം എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞിരുന്നത്. പള്ളി നോക്കി മതം നോക്കി വോട്ട് ചോദിച്ചു, അങ്ങനെ വോട്ട് വാങ്ങി ജയിച്ചതാണ്, അതാണ് തോൽവിക്ക് കാരണമെന്നാണല്ലോ അദ്ദേഹം പ്രസംഗിച്ചത്. പിന്നീട് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ വിശദീകരിച്ച് പറയുന്നുണ്ട്. അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഭയങ്കരമായി ശ്രമിക്കുന്നുണ്ട്. ഞാൻ അത് മാത്രമല്ല പറഞ്ഞത്, ഇതും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വിശദമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, അദ്ദേഹം അതിലൊരു തിരുത്തൽ വരുത്തും, ഇനി അങ്ങനെ പറയില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ പ്രസ്താവന കണ്ട് നമ്മൾ അന്താളിച്ചു പോവുകയാണ്. ഇന്ന് അദ്ദേഹം ആ പറഞ്ഞതിന് അടിവരയിടുകയും എന്ന് മാത്രമല്ല ഒരു സ്റ്റെപ്പ് അധികം നിന്നുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയാണ് എന്ന് പ്രസ്താവിക്കുകയാണല്ലോ ചെയ്യുന്നത്. അതായത് ബിജെപിക്ക് സ്വാധീനിക്കാൻ കഴിയുന്നത് ഞങ്ങളുടെ കൂടെയുള്ളവരെ മാത്രമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര അപകടകരമായ പ്രസ്താവനയാണ്. ഈ പ്രസ്താവന പറഞ്ഞ് മണിക്കൂറുകളായിട്ടും എത്ര പേർ ഇതേക്കുറിച്ച് ചർച്ച ചെയ്തു എന്നുള്ളത് നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം സാംസ്കാരിക ലോകത്തു നിന്നൊക്കെ ഇത്തരം പ്രസ്താവനകൾക്കെതിരെ എത്രത്തോളം തീവ്രമായി ആളുകൾ പ്രതികരിച്ച് കാണാറുണ്ട്. പക്ഷെ ആരെങ്കിലും അത്തരത്തിലൊരു പ്രതികരണം ഇതുവരെ വന്നോ? ഒന്നും വന്നില്ല. വാർത്തകളിൽ വരുന്നതല്ലാതെ ഈ അപകടം പിടിച്ച പ്രസ്താവനയ്ക്കെതിരെ ആരെങ്കിലും പ്രതികരിച്ചു? CPM-ൻ്റെ അനുഭാവി വൃന്ദമുണ്ടല്ലോ, അനുഭാവികളായ ആളുകൾ, അതിൽ എല്ലാ വിഭാഗം ആളുകളുണ്ടല്ലോ. അതിലൊരു ജനവിഭാഗം മാത്രമല്ലല്ലോ ഉള്ളത്. എത്ര ന്യൂനപക്ഷ വിഭാഗത്തിലെ എത്രയെത്ര ആളുകൾ ഇത്തവണയും ഈ തെരഞ്ഞെടുപ്പിൽ അമ്പേ പരാജയപ്പെട്ട CPM-ന് LDF-ന് വോട്ട് ചെയ്തിട്ടുണ്ടാകും. അവരുടെ മനസ്സിൽ ഇപ്പോൾ എന്തായിരിക്കും? ഞങ്ങൾ ഇപ്പോൾ ആരുടെ കൂടെയാണ് എന്ന് അവർക്കൊരു അനാഥത്വം ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവില്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം പ്രസ്താവനകൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയിൽ നിന്ന് വരുന്നത് എന്നുള്ളതാണ്.